ഇപ്പോൾ അവലോകന യോഗത്തിന് ശേഷം വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സ്വാഭാവികമായും പ്രദേശവാസികൾക്ക് വല്ലാത്ത ഭീതിയും ഉത്കണ്ഠയും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ വലിയ ജനകീയ പ്രതിഷേധം ഉയർന്നു വരികയുണ്ടായി. അതിനെ തുടർന്ന് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഭരണ നേതൃത്വത്തിന്റെയും മുമ്പിലുണ്ടായിരുന്നത്. ഇവിടുത്തെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് വനംവകുപ്പ് ആ ദാരുണ സംഭവത്തിനിടയാക്കിയ കടുവയെ പിടിക്കാൻ തീവ്ര ശ്രമമാണ് നടത്തിയത് എന്നതിന് നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. എന്നിരുന്നാലും അതിൽ കാലതാമസമുണ്ടായി എന്നത് വസ്തുതയാണ്. പക്ഷെ അത് ഫലപ്രാപ്തിയിലെത്താത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രതിഷേധവുമാണ്. ഇന്നലെ രാവിലെ വനം വകുപ്പിലെ വനം മേധാവി ഉൾപ്പെടെ വനം വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരാലോചനാ യോഗമാണ് നമ്മൾ നടത്തിയത്. ആ യോഗത്തിൽ വെച്ചാണ് നിയമവിദഗ്ധന്മാരുമായി കൂടി ആലോചിച്ച് നിയമത്തിലെ വഴികൾ ഉപയോഗിച്ച് തന്നെ ഈ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ജനകീയ ആവശ്യം അംഗീകരിക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം വന്നതോടുകൂടി തന്നെ അവിടെ ചെന്ന് ഞാനത് അറിയിച്ചപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾ അത് ഹർഷാരവത്തോടെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾക്ക് നിങ്ങളെല്ലാം സാക്ഷികളും നിങ്ങൾ നല്ല പ്രതികരണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാഴ്ച അതിൻ്റെ ഒരു 10% പോലും വന്നില്ല എന്നതിൻ്റെ എൻ്റെ ഒരു സ്വകാര്യ പരിഭവമെന്ന് വെച്ചോളൂ. പക്ഷെ നമുക്ക് ആ പ്രശ്നം ഭംഗിയായി ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പരിഹരിക്കാൻ കഴിഞ്ഞു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഉണ്ടാക്കിയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ തെരച്ചിൽ നടപടികൾ ഊർജിതപ്പെടുത്തിയത്. 10 യൂണിറ്റുകളിൽ 8 വീതം അംഗങ്ങളെ വെച്ച് 80 പേരുള്ള ഒരു പ്രത്യേക ടീമായിരുന്നു അത്. രാവും പകലും ഇല്ല എന്ന വ്യത്യാസഭേദമന്യേ അവർ ഫീൽഡിൽ ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തി. ആ കടുവയെ കണ്ടെത്തി 36 ക്യാമറകളിലായി ആ കടുവയെ കണ്ടെത്തി. നമ്മുടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ രാവിലെ പിന്തുടർന്നപ്പോൾ ഒരു RRT പ്രവർത്തകനെ ഇങ്ങോട്ട് ആക്രമിക്കുകയും അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പം ചികിത്സയിലാണ്. പെട്ടെന്ന് തന്നെ രോഗമുക്തി നേടി തിരിച്ചു വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ മരിച്ച നിലയിലാണ് പിന്നീട് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോഴെന്താണ്, ആ പ്രശ്നം തീർന്നു. അങ്ങനെ വേണമെന്ന് അല്ല നമ്മൾ ആലോചിച്ചത്. ആ പ്രശ്നം തീർന്നില്ല എന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്, ഗവൺമെന്റ് നിൽക്കുന്നത്, ഡിപ്പാർട്ട്മെന്റ്. കാരണം ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം. അതിനുള്ള നിതാന്ത ജാഗ്രത പുലർത്തണം. അത് സംബന്ധിച്ച് ഇന്ന് രാവിലെ ബന്ധപ്പെട്ട മുതിർന്ന വനം വകുപ്പിലെയും ഗവൺമെന്റിലെയും ഉദ്യോഗസ്ഥന്മാരുമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ആലോചിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിർദ്ദേശം മാനിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണണമെന്ന് തീരുമാനിച്ചത്. നിങ്ങളെ കാണുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ
മുനിസിപ്പൽ ചെയർപേഴ്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ഇവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രമുഖരും ഉണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടം, പോലീസ് ഒക്കെ പൂർണ്ണ. ഇന്ന് നമ്മൾ തീരുമാനിച്ചത് ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. അതിനു പകരം വയനാട് ജില്ലയിലെ 3 ഡിവിഷനുകളായി നിൽക്കുന്ന 6 റേഞ്ചുകൾ തിരിച്ച് ആ 6 റേഞ്ചുകളിലും ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ 3 ദിവസം ഒരു ജനകീയ പരിശോധന നടത്തുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ സ്ഥലങ്ങൾ, മുഴുവൻ കാടും എന്ന് പറയുമ്പം നേരത്തെ മാധ്യമങ്ങളിലൂടെ ചിലർ ഉത്കണ്ഠ പ്രകടിപ്പിച്ച ചില പ്രദേശങ്ങളുണ്ട്. ഇന്ന സ്ഥലത്ത് കാണാനിടയായി, ഇന്ന സ്ഥലത്ത് കണ്ടു, ഇന്ന സ്ഥലത്ത് കാൽപ്പാടുകളുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചില സന്ദേശങ്ങൾ പല ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെന്റിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സന്ദേഹമെല്ലാം പരിശോധിക്കണം. സന്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനാണ് ഇന്ന് തീരുമാനിച്ചത്. 3 ദിവസം 6 ഡിവിഷനുകൾ, 6 മേഖലയായി തരംതിരിച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ പോലീസ് സേനയുടെ കൂടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് ഇന്നത്തെ തീരുമാനം. അപ്പോൾ അതിലൂടെ ജനങ്ങളുടെ ഭയാശങ്കകൾ പരിഹരിക്കാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താനും നമുക്ക് കഴിയും. മറ്റൊരു കാര്യം ഇന്ന് തീരുമാനിച്ചത്, ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അടിക്കാടുകൾ വെട്ടിമാറ്റണം. അപ്പോൾ വനത്തിനകത്തെ അടിക്കാടുകൾ വനം വകുപ്പ് തന്നെ കൂടുതൽ ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അത് പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള ഒരു ക്രാഷ് പ്രോഗ്രാം തയ്യാറാക്കും. അതിന് നേതൃത്വം നൽകേണ്ടത് അതാത് പ്രദേശത്തെ ജനപ്രതിനിധിയാണ്. അവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. കാരണം ജനങ്ങൾക്ക് ബോധ്യമാകണം. നമ്മളിപ്പോൾ നേരത്തെ വയനാടിന് പരിചയമുള്ള കാര്യമാണ്. ചൂരൽമലയിലും അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ പരിശോധനാ ക്രമങ്ങളും നടത്തി ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള പരിശോധനയും നിരീക്ഷണവുമാണ് നടത്തിയത്. സമാനമായ ഒരു പ്രവർത്തനമാണ് ഈ കാര്യത്തിൽ ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മൾ തീരുമാനിച്ചത്. പിന്നെ ഒന്ന് പുറത്തുള്ള കാടുകളാണ്, വനാതിർത്തിക്ക് പുറത്തുള്ള. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ചെയ്യേണ്ടത്. അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാകും, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതിന് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, എത്ര ഉണ്ട്, ബാക്കി എത്ര വേണം തുടങ്ങിയ ഒരു കണക്ക് ഇന്ന് രാത്രി തയ്യാറാക്കി അത് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ആവശ്യമായ പണം കണ്ടെത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മൂന്നാമത്തേത്, ഇപ്പോൾ 2 ദിവസം കൂടെ കർഫ്യൂ ആയിരുന്നല്ലോ, 144. ഈ 144 പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായി ഇവിടെ ഒരു പ്രിയദർശിനി എസ്റ്റേറ്റ് ഉണ്ട്. അവിടുത്തെ തൊഴിലാളികൾക്ക് കൂലിയും കിട്ടിയില്ല, തൊഴിലെടുക്കാനും കഴിഞ്ഞില്ല. അപ്പം നാളെ മുതൽ അപ്പോൾ അത് ആ 2 ദിവസത്തെ കൂലി മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ ഇവിടുത്തെ മാനേജർ, ജില്ലാ മാനേജിംഗ് ഡയറക്ടർ അല്ലേ, ജില്ലാ കളക്ടറും സബ് കളക്ടറും 2 പേരുമാണ് അതിൻ്റെ മുതലാളിമാർ. അവർ ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് 2-3 ദിവസത്തിനകം അവർക്ക് നഷ്ടപ്പെട്ടു പോയ കൂലി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇത്രയുമാണ് പ്രധാനമായും തീരുമാനിച്ചതെന്ന് എനിക്ക് ഓർക്കുന്നു. പിന്നീട് ഉണ്ടായിരുന്നു അല്ല, ഇനിയിപ്പം നമ്മൾ കർഫ്യൂ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കുട്ടികൾക്ക് സ്കൂളുകളിൽ നാളെ മുതൽ പോകാൻ സാധിക്കും. അവിടെ വാഹനം ആവശ്യമാണെങ്കിൽ സ്കൂളുകൾക്ക് തന്നെ വാഹനം ആവശ്യമുണ്ട്, പറയും അത്യാവശ്യമുണ്ടെങ്കിൽ നമുക്കത്
അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാം. അതൊന്നൊക്കെ ചെറിയ കാര്യങ്ങളാണല്ലോ, അത്തരം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പം അങ്ങനെ നമുക്ക് ഒരു ജനകീയ സംരംഭമായി പ്രതിരോധ ശക്തിയായി വയനാട്ടിൽ ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ആവശ്യമായ നടപടികൾ പ്രവർത്തിക്കാനുള്ള ആവേശം നൽകുന്ന വാർത്തകൾ നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുന്നു. ഈ ജനകീയ തെരച്ചിലിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? ശരിക്ക് ഈ എങ്ങനെയാണ് രീതി? എങ്ങനെയാണ് ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോൾ പെരുന്തോട്ട എസ്റ്റേറ്റ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കേളക്കവല എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടിരുന്നു, പലയിടത്തും ഈ കോൺഫ്ലിക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമുക്ക് അവിടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മുടെ ഫോഴ്സ് പോരാ. ഇവിടെ വളണ്ടിയർ ഓർഗനൈസേഷൻസ് ഉണ്ട്, അതാണ് PRTകളുണ്ട്, ഇങ്ങനെ സർക്കാരുമായി ബന്ധമുള്ള സംഘടനകൾ തന്നെയുണ്ട്. ആ സംഘടനകളുടെ സഹായം ആവശ്യമാണെങ്കിൽ അത് നൽകാനുള്ള തീരുമാനമാണ് എടുത്തത്. നമുക്ക് മനുഷ്യ വിഭവശേഷി ഇല്ലാത്തതിൻ്റെ ഫലമായി ഒന്നും സംഭവിക്കരുതെന്നാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം. അതേപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ അടിക്കാടുകൾ വെട്ടുന്നു, വളണ്ടിയർ സംഘടനകൾ കുറേ കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് ചെയ്യുമെങ്കിൽ അത് ജനകീയ സ്വഭാവമുള്ളതാണല്ലോ, അവരുടെ പങ്കാളിത്തം. ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രദേശത്ത് അടിക്കാടുകൾ വെട്ടുന്നുണ്ടെങ്കിൽ ആ വെട്ടുന്ന പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പറുണ്ട്, അവിടെ മുനിസിപ്പാലിറ്റിയിൽ മെമ്പറുണ്ട് എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളെ കൂടി ആ പ്രക്രിയയിൽ പങ്കാളികളാക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിക്കുക. ഇത് സംബന്ധിച്ച് DDP ആയിട്ട് ഒരു ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം ജില്ലാ കളക്ടർ വീണ്ടും ഇതൊരാലോചിക്കാനൊരു സബ് കമ്മിറ്റി എന്നുള്ള നിലയിലുള്ള കൂടിയാലോചന നടത്തുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ നല്ല പരിചയം നിങ്ങൾക്കുണ്ട്. കാരണം ഇവിടെ ഈ ചൂരൽമലയിൽ സംഭവിച്ചപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് നമ്മുടെ കളക്ടർക്ക് കൃത്യനിർവഹണത്തിൽ വലിയ സഹായമായിട്ടുണ്ടെന്നാണ് ഇപ്പം ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അവർ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ അവർക്ക്. ആ പരിചയം ഉപയോഗിച്ച് അവർ കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയായി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഭീഷണിയായ കടുവയുടെ ഭീഷണി അവസാനിച്ചു. അതുപോലെ ഓരോ തവണയും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോ ആ സമയത്ത് അതിനെ പിടികൂടുകയോ അല്ലെങ്കിൽ അങ്ങനെ നമുക്കത് ആ ഭീഷണി അവസാനിക്കുന്നുണ്ട്. പക്ഷെ ഇത് നാട്ടിലിറങ്ങാത്ത ഒരു സ്ഥിതിവിശേഷം വരുത്താൻ അതെന്താ ചെയ്യേണ്ടത്? അത് എന്തെങ്കിലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അത്തരം ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയോ? ഇപ്പൊ ഫെൻസിങ്ങിന്റെ കാര്യം കടുവക്ക് ഫലപ്രദമല്ല എന്ന് കേട്ടു, ആന ഇറങ്ങുന്നതിനൊക്കെയാണ്, പക്ഷെ ഫെൻസിങ്ങും ഇല്ല. അപ്പൊ ഓരോ തവണയും മനുഷ്യജീവൻ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് പേര് പാക്കത്ത് സ്വദേശി പോള് കൊല്ലപ്പെട്ടു. ഇങ്ങനെ അതുണ്ടാവുമ്പോ ആ നടപടി എടുക്കുക എന്നതിന് പകരം മനുഷ്യന് ഈ ഭീഷണി ആവാത്ത രീതിയിൽ ഒരു സുരക്ഷ ഒരുക്കാൻ അതിന് എന്താണ് ചെയ്യാനുള്ള പ്ലാൻ? അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ? അത് എന്തുകൊണ്ടാണ് ഫലപ്രാപ്തി എത്താത്തത്? ഇപ്പോൾ നമ്മൾ പൊതുവിഷയത്തിലേക്ക് നേരെ കടന്നു.